പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തൻ്റെ അച്ഛനോട് സത്യങ്ങളെല്ലാം ഈഷ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ കുഞ്ഞ് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇത് കേട്ട് അത് രാഹുൽ അല്ലേ എന്ന് രാംമോഹൻ ചോദിക്കുന്നു. അല്ല, എൻ്റെ വയറ്റിൽ വളരുന്നത് അഭിഷേകിൻ്റെ കുഞ്ഞാണ്. എന്നെ താലി കെട്ടിയ എൻ്റെ ഭർത്താവായ എൻ്റെ അഭിഷേകിൻ്റെ. ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ രാംമോഹൻ. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചതല്ല. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ രാഹുലോ? പപ്പയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് രാഹുലിനെ ഇഷ്ടമല്ല എന്ന്. അയാളെ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഞാൻ പണ്ട് മുതലേ പപ്പയോട് വ്യക്തമാക്കുന്നത്. പക്ഷേ പപ്പയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാതെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അത് എന്നെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പപ്പയ്ക്ക് അറിയുമോ? എന്താണ് പപ്പ, എന്നെ പപ്പയ്ക്ക് ഇഷ്ടമല്ലേ? ഞാൻ പപ്പയുടെ മകളല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്ക് അഭിഷേകിനെ പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കുകയില്ല. ഇത് കേട്ട് രാംമോഹൻ ആകെ തകർന്നു പോവുകയാണ്. വീട്ടിലേക്ക് വരുന്ന അയാൾ ഇതേ തുടർന്ന് ഇതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. പപ്പ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ ചതിക്കരുത് എന്ന് ഇഷ വീണ്ടും വന്ന് പറഞ്ഞതിനെ തുടർന്ന് രാംമോഹൻ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ദേവബാല. എന്തായാലും അവനെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്നെ ചതിച്ച ആ ചതിയനെ തിരിച്ചടിക്കണം. അതുതന്നെയാണ് എൻ്റെ മനസ്സിൽ. മോളെ, അതിനൊക്കെ സമയമുണ്ട്. നീ ധൈര്യമായി ഞങ്ങളുടെ കൂടെ വാ. കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിച്ച് ശരിയാക്കാം. ഇല്ല, അവനെ അവനെ എനിക്ക് വേണം. എന്നെ ചതിച്ച ആ ചതിയനെ എനിക്കില്ലാതാക്കണം. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ദേവബാല ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് എല്ലാവരും. വിചാരിച്ചതുപോലെയല്ല, ദേവബാല നിലവിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കുകയാണ് വൈദ്യൻ. ഈ കാര്യം ദേവരാജനോട് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം രാഹുൽ ആകട്ടെ ഈ കാര്യങ്ങളെല്ലാം മണത്തറിഞ്ഞതിനെ തുടർന്ന് കൊല്ലുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങുകയാണ്. പക്ഷേ രാഹുലിന്റെ ഈ ചതിയെ പറ്റി ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ രാംമോഹൻ. ഇതോടെ പെട്ടുപോകുന്നു രാഹുൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.